ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ചൈം ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റവ എന്ന് പറയുന്നത് സാധാ റവയാണ് കേട്ടോ, അതായത് വറുക്കാത്ത റവയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റവ ഒന്ന് 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ വെള്ളമൊക്കെ നല്ല ഒന്ന് ഒബ്സർവ് ചെയ്ത് കണ്ട് വരുമ്പോഴായിരിക്കും ഇതിന് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ പാലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാക്കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ആയി വന്നിട്ടുണ്ട്. നല്ലോണം ആ വെള്ളമൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ മൈദപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. മൈദപ്പൊടിനേക്കാളും കൂടുതലായിട്ട് നല്ലത് ഈ ഒരു ഗോതമ്പ് പൊടി ചേർക്കുന്നതായിരിക്കും കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മധുരത്തിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് മധുരം ആവണ്ട, അത്യാവശ്യമുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു മധുരത്തിനുള്ളത് ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറിയ ചൂട് വെള്ളാട്ട ചേർത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 1 ഗ്ലാസ് റവയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളാട്ട ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് കേട്ടോ. ഈ സോഡാപ്പൊടിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളി ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് നല്ലോണം ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ രീതിയിൽ വേണം നമ്മൾ ബാറ്റർ ഒന്ന് ആയി വരാൻ കേട്ടോ. ഒരുപാട് ലൂസ് ആവണ്ട, എന്നാൽ ഒരുപാട് ടൈറ്റും ആവണ്ട കേട്ടോ. അപ്പോൾ അതാണ് ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതാക്കണം ഇതുപോലെ ഹോൾസ് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഹോൾസ് വരുന്ന ആ ഒരു ടൈമിലാവുമ്പോൾ തന്നെ നമുക്ക് അടച്ചിട്ട് കാണും കൂടി ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, മീഡിയത്തിലോ അല്ലെങ്കിൽ സ്ലോയിലോ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചുട്ടെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതാക്കൊണ്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. നമുക്ക് ഓരോ ദോശയും വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലിലൊന്ന് എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ റെസിപ്പി തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ദോശകളും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു ദോശയൊന്നുമല്ല കേട്ടോ. ലേറ്റ് ആയിക്കാണ്ട് കഴിച്ചെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ദോശ റെസിപ്പിയാണിത്. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.